ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള കോടതികളിൽ വാദം കേട്ട് കഴമ്പില്ലെന്ന് പറഞ്ഞ ഒരു കേസ്, അതായിരുന്നു CMRL എക്സാലോജി കേസ്. അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും വീടുകളിൽ ഇന്ന് അതിരാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകൾ നടത്തിയത്. കൊച്ചുവെളുപ്പൻ കാലത്ത് തുടങ്ങിയ റെയ്ഡുകൾ ഏതാണ്ട് 9 മണിക്കൂർ നീണ്ടുനിന്നു. ഇത്രയും നാടകീയമായ നിലയിൽ ഏതാണ്ട് വീട് വളഞ്ഞ് പിണറായി വിജയനെയും കുടുംബത്തെയും തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുകയായിരുന്നു. കണ്ണൂരിലെ വീട്ടിലെ മണിക്കൂറുകളുടെ റെയ്ഡിനൊടുവിൽ ED ഉദ്യോഗസ്ഥർ അറിയിച്ചത് തിരച്ചിലിനൊടുവിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ്. തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡിൽ നിന്നും വീണ തൈക്കണ്ടിയുടെ നിക്ഷേപങ്ങളെ പറ്റി ചില രേഖകൾ കിട്ടിയെന്നാണ്. പക്ഷെ അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ED ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ല. PMLA അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കീഴിൽ വരാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് CMRL എക്സാലോജി കേസ്. എക്സാലോജിക് ഉടമ വീണ തൈക്കണ്ടി അഥവാ പിണറായി വിജയന്റെ മകൾ CMRLൽ നിന്നും നൽകിയ സേവനത്തിന് പ്രതിഫലമായി കൈപ്പറ്റിയ തുക കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ അതിന് ടാക്സ് കൃത്യമായി അടച്ചിട്ടുണ്ട് എന്ന കാരണത്താലുമാണത്. മതിയായ സേവനം ലഭിച്ചു എന്ന CMRL സത്യവാങ്മൂലം തള്ളിയാണ് സേവനം ലഭിച്ചില്ല എന്ന വാദം ഉയർത്തി ED ഇപ്പോൾ ഈ കേസുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ തകർത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന BJP അജണ്ട വെളിവാകുന്നത്. അതുപോലെയാണ് കേരളത്തിന് പുറത്ത് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED റെയ്ഡ് നടക്കുമ്പോൾ ശക്തമായി അപലപിക്കുകയും കേരളത്തിലെത്തുമ്പോൾ ED എന്തുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യമിടുന്നില്ല എന്ന് ചോദിക്കുന്ന കോൺഗ്രസിന്റെ പൊള്ളത്തരം പുറത്താവുന്നതും. ഡൽഹിയിൽ കള്ളക്കേസിൽ കുടുക്കി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടിയതുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും വേട്ടയാടാനുള്ള BJP സംഘപരിവാർ തന്ത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ ആസൂത്രിത നീക്കം. രാഷ്ട്രീയ പ്രവർത്തന കാലയളവിലുടനീളം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ അജഞ്ചലം പോരാടിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഈയൊരു തുടക്കത്തെ എന്ത് വില കൊടുത്തും തടുക്കുമെന്ന നിലപാടിലാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിനെതിരെ ഒരു പ്രതികരണത്തിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അത് തന്റെ മന്ത്രിസഭയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാലാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. CMRL ഉടമ ശശിധരൻ കർത്തയുടെ ഡയറിയിൽ പേരുള്ള പണം വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടുള്ള കേരളത്തിലെ 2 മന്ത്രിമാരടക്കമുള്ള UDF നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ വിഷമിച്ചിരിക്കാതെ കേരളത്തിലെ തെരുവുകൾ സമര പ്രതിഷേധ പരമ്പരകളാൽ മുഖരിതമാക്കാനുള്ള അവസരം റെയ്ഡ് വഴി ഇടതുപക്ഷത്തിന് ലഭിച്ചു. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെ വേണം കരുതാൻ.